വടക്കൻ കേരളത്തിലെ അവസാന ജില്ലയായ പാലക്കാടിലെ വിവിധ മുന്നണികളുടെ വിജയ സാധ്യതയെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. 2021 മൊത്തത്തിലുള്ള 12 സീറ്റുകളിൽ പാലക്കാട് LDFന് സമ്മാനിച്ചത് 10 എണ്ണമാണ്. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ, തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ എന്നിവയായിരുന്നു ആ മണ്ഡലങ്ങൾ. UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേടാനായത് മണ്ണാർക്കാടും പാലക്കാടും മാത്രം. കഴിഞ്ഞ 5 കൊല്ലത്തിൽ ഈ ജില്ലയിലെ രാഷ്ട്രീയത്തിൽ ഏറെ അടിയൊഴുക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കേവർക്കും അറിയാം. കഴിഞ്ഞ തവണത്തെ 2 സീറ്റ് ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കാൻ UDF പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിലും ഇത് പൊതുവെ LDFന് അനുകൂലമായിട്ടുള്ള ഒരു ജില്ലയാണ്. ഇത് പറയുമ്പോൾ തന്നെ പാലക്കാട് ജില്ലയിൽ ചില അട്ടിമറികൾ നടക്കാനുള്ള സാധ്യതകളുമുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം തൃത്താലയാണ്. നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രിയായ MB രാജേഷ് തന്റെ തൊട്ടടുത്ത എതിരാളിയായ VT ബൽറാമിനെ ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും തറ പറ്റിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും വിജയിച്ചത്. എന്നാൽ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന ഈ സീറ്റിൽ മുസ്ലിം ലീഗിലെ അബ്ദു സമദ് സമദാനിയാണ് മുന്നിട്ട് നിന്നത്. സമദാനിയുടെ ലീഡ് ഏതാണ്ട് 9,000-ൽ പരമായിരുന്നുവെങ്കിൽ ത്രിതല പഞ്ചായത്ത് തലത്തിൽ UDFന് ആശാവഹമായ മുന്നേറ്റമാണ് തൃത്താലക്കാർ സമ്മാനിച്ചത്. 6,321 വോട്ടുകളോടുകൂടി. കോൺഗ്രസിനകത്ത് ഇതിനോടകം ഉയർന്നു വന്ന ചേരിപ്പോര് അവസാനിപ്പിക്കാൻ പാർട്ടി നേതൃത്വത്തിന് സാധിച്ചതിനാൽ ഇവിടെ വീണ്ടും MB രാജേഷും VT ബൽറാമുമായിരിക്കും മുഖ്യ പ്രതിയോഗികൾ. പട്ടാമ്പിയിലാകട്ടെ കഴിഞ്ഞ തവണ വിജയം കണ്ടത് CPIയുടെ മുഹമ്മദ് മുഹസിനാണ്. ഈ സീറ്റിനെ കുറിച്ച് UDFൽ നടന്നുവരുന്ന ആഭ്യന്തര സീറ്റ് വിഭജന ചർച്ചയിൽ മുസ്ലിം ലീഗ് തങ്ങളുടെ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളതിനാൽ പട്ടാമ്പിയിലെ മത്സര ചിത്രം തെളിഞ്ഞു വരുവാൻ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ മുന്നേറ്റം നടത്തിയത് കോൺഗ്രസിന്റെ VK ശ്രീകണ്ഠനാണ്. എന്നാൽ ത്രിതല പഞ്ചായത്ത് തലത്തിലാകട്ടെ തങ്ങൾക്ക് അന്ന് ലഭിച്ച 4,000-ൽ പരം വോട്ടുകളുടെ ലീഡ് 10,141 വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏപ്രിലിൽ പട്ടാമ്പിക്കാർ UDFന് അനുകൂലമായ ഒരു വിധിയെഴുത്താണോ നടത്താൻ പോകുന്നത് എന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കിടയിൽ ഇപ്പോൾ തന്നെ വലിയ ചർച്ചാ വിഷയമാണ്. ഷൊർണൂരിലേക്ക് കടക്കുമ്പോൾ 2021 ഇവിടെ നിന്നുള്ള വിജയ് LDFൽ നിന്നുള്ള P മമ്മിക്കുട്ടിയാണ്. 2024-ലാകട്ടെ LDF സ്ഥാനാർത്ഥിയായ A വിജയരാഘവന് അനുകൂലമായിട്ടാണ് ഷൊർണൂർ വിധി എഴുതിയത്. ത്രിതല പഞ്ചായത്ത് തലത്തിലും ഇവിടെ LDF തന്നെയാണ് 23,143 വോട്ടുകൾക്ക് മുന്നിട്ട് നിന്നത്. ഷൊർണൂരിന്റെ മത്സര ചിത്രം മാറാൻ സാധ്യത ഉണ്ടോ എന്നുള്ള ചർച്ച ഇപ്പോൾ നിലനിൽക്കുന്നെങ്കിൽ അതിന് പ്രധാന കാരണം കോൺഗ്രസിലേക്ക് കഴിഞ്ഞ കൊല്ലം BJPയിൽ നിന്ന് ചേക്കേറിയ സന്ദീപ് വാര്യറാണ്. തന്റെ പഴയ പാർട്ടിക്ക് വേണ്ടി സന്ദീപ് വാര്യർ കഴിഞ്ഞ വട്ടം നേടിയത് 36,973 വോട്ടുകളാണ്. ഇതന്ന് അദ്ദേഹത്തിനെ 3ാം സ്ഥാനത്തിൽ ഒതുക്കിയെങ്കിലും കോൺഗ്രസ് ഒരവസരം നൽകിയാൽ ഷൊർണൂറിലെ അന്തിമഫലം പ്രവചനാതീതമാകുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പാലം, കോങ്ങാട്, തരൂർ, നെന്മാറ, ആലത്തൂർ എന്നീ മണ്ഡലങ്ങൾ മറ്റട്ടിമറികൾ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ LDFനോടൊപ്പം വീണ്ടും നിൽക്കാനാണ് സാധ്യത. മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടത്തുകാർ മുസ്ലിം ലീഗിലെ N ഷംസുദ്ദീനെ വീണ്ടും തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. 2021 വളരെയധികം വീറും വാശിയുമുള്ള ഒരു മത്സരമാണ് പാലക്കാട് മണ്ഡലത്തിൽ നടന്നത്. 2011-ലും 16-ലും ഏറെ ശ്രമപ്പെടാതെയാണ് ഇപ്പോഴത്തെ വടകര MPയായ ഷാഫി പറമ്പിൽ വിജയിച്ചതെങ്കിലും 2021-ലെത്തിയപ്പോൾ കേരളം ഉറ്റുനോക്കിയ ഒരു മത്സരമാണ് പാലക്കാട് നടന്നത്. കഴിഞ്ഞ ഏതാനും തിരഞ്ഞെടുപ്പുകളിൽ ഈ മണ്ഡലത്തിൽ CPM 3ാം സ്ഥാനത്താണ് എത്തിയത്. കഴിഞ്ഞ പ്രാവശ്യം ഷാഫിയുടെ മുഖ്യ പ്രതിയോഗി BJPയിൽ നിന്നുള്ള മെട്രോമാൻ എന്നറിയപ്പെടുന്ന ആദരണീയനായ E ശ്രീധരനായിരുന്നു. ഒടുവിൽ ഷാഫി വിജയം കണ്ടത് 3,000-ൽ പരം വോട്ടുകൾക്കായിരുന്നു. ഷാഫി ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒഴിഞ്ഞ ഈ സീറ്റിൽ പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 2024 അവസാനത്തോടെയായിരുന്നു അത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സമീപകാലത്ത് വിവാദത്തിലായ മുൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ അന്ന് അവിടെ നിന്നും വിജയിച്ചത്. ത്രിതല പഞ്ചായത്ത് തലത്തിൽ UDFന് തന്നെയായിരുന്നു മുൻതൂക്കം. എന്നാൽ മാങ്കൂട്ടത്തിൽ നേടിയ 18,000-ൽ പരം വോട്ടുകളുടെ ലീഡ് നിലനിർത്തുവാൻ സാധിച്ചില്ല. പകരം നേടിയതാകട്ടെ 5,933-ലധികം വോട്ടുകളാണ്. താൻ ചെന്നുപെട്ട 3 കേസുകളിലും ജാമ്യം ലഭിച്ചുവെങ്കിലും രാഹുൽ ഇപ്പോൾ കോൺഗ്രസിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് സീറ്റ് നിലനിർത്താൻ ആരെ നിയോഗിക്കുമെന്നുള്ള കാര്യം ഏറെ ആകാംക്ഷയോടുകൂടിയാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത്. പല അഭ്യൂഹങ്ങളും ഇതിനോടകം ഉയർന്നുവെങ്കിലും
IAS-ൽ നിന്ന് അടുത്തിടെ രാജിവെച്ച കോൺഗ്രസിൽ ചേർന്ന കണ്ണൻ ഗോപിനാഥനാണ് പ്രഥമ പരിഗണന എന്നറിയുന്നു. മുൻ മുഖ്യമന്ത്രിമാരായ EK നായനാരും VS അച്യുതാനന്ദനും പ്രതിദാനം ചെയ്ത മണ്ഡലമാണ് മലമ്പുഴ. സാധാരണഗതിക്ക് മലമ്പുഴ വീണ്ടും LDF-നോടൊപ്പം നിൽക്കുമെന്നാണ് അടുത്തിടെ വരെ ഏവരും അനുമാനിച്ചതെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചടുലമായൊരു നീക്കം ഇതിനോടകം തന്നെ ചർച്ചാ വിഷയമായി കഴിഞ്ഞു. വിഭാഗീയതയുടെ പേരിൽ കഴിഞ്ഞ ഏറെ നാളുകളായി CPM-ൽ നിന്നും പുറത്താക്കപ്പെട്ട A. സുരേഷിനെ തങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാൻ നടത്തിയ നീക്കമാണ് ഈ ചൂടേറിയ ചർച്ചയ്ക്ക് കാരണം. മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും VS പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയായിരുന്നു സുരേഷ് ഇപ്പോൾ മത്സരഗോതയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ലെങ്കിലും ഒടുവിൽ അവിടെ മലമ്പുഴയിൽ മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും. വിജയിച്ചില്ല എങ്കിൽ കൂടി സുരേഷിന് UDF-ന് വേണ്ടി ഒരു ബലാബല മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അവസാനമായി ജില്ലയിലെ മറ്റൊരു മണ്ഡലമായ ചിറ്റൂരിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സംസ്ഥാന മന്ത്രിസഭയിൽ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന K. കൃഷ്ണൻകുട്ടിയാണ് അവിടുത്തെ MLA. എന്നാൽ പ്രായാധിക്യം കാരണം കൃഷ്ണൻകുട്ടി ഈ ഏപ്രിലിൽ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത വിരളമാണ്. ത്രിതല പഞ്ചായത്ത് തലത്തിലും അവിടെ LDF-ന് അനുകൂലമായ ഒരു വിധിയെഴുത്താണ് നടന്നിട്ടുള്ളതെങ്കിലും K. കൃഷ്ണൻകുട്ടിയുടെ അഭാവം ചിറ്റൂരിലെ അന്തിമ ഫലത്തിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഇപ്പോൾ കേരളത്തിലുടനീളം ഒരു ചർച്ചാ വിഷയമാണ്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം മുൻ MLA ആയ K. അച്യുതന്റെ മകൻ സുമേഷ് അച്യുതനായിരിക്കും ചിറ്റൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുക. നിലവിൽ സുമേഷ് ചിറ്റൂർ മുനിസിപ്പാലിറ്റി ചെയർമാനാണ്. ജനസ്വാധീനം ഏറെയുള്ള ഒരു യുവ നേതാവ് കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കൃഷ്ണൻകുട്ടിയുടെ പകരക്കാരൻ ആരായിരിക്കുമെന്നുള്ളതും മറ്റൊരു ചർച്ചാ വിഷയമാണ്. ഇവിടെയും മലമ്പുഴ പോലെ ഒരു ബലാബലം ഉണ്ടാകാനുള്ള സാധ്യതകൾ മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഉണ്ട്. ഇതിനിടെ LDF-ന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് CPM-ന് ചെറുതെങ്കിലും ഒരു പ്രബല വിഭാഗം പാർട്ടിക്ക് വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് ഒരു ബദൽ മുന്നണി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. അത്തരം നീക്കങ്ങൾ ശൈശവഘട്ടത്തിൽ ആണെങ്കിൽ കൂടിയും വരും ദിവസങ്ങളിൽ വളർച്ച നേടിയാൽ അത് പാലക്കാട്ടെ പല മണ്ഡലങ്ങളുടെയും അന്തിമ ഫലത്തെ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അത്തരം നീക്കങ്ങളുടെ വ്യക്തത നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. കാസർഗോഡ് നിന്ന് തുടങ്ങി ഇന്നത്തോടുകൂടി വടക്കൻ കേരളത്തിൽ നിന്നുള്ള 60 മണ്ഡലങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. മധ്യ കേരളത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ 60 സീറ്റുകളിൽ ഏതൊക്കെ മുന്നണികൾക്ക് അനുകൂലമാണെന്ന് നമുക്ക് നോക്കിക്കാണാം. ലഭ്യമായ കണക്കുകൾ പ്രകാരം ഇവയിൽ UDF-ന് അനുകൂലമായി 40 മണ്ഡലങ്ങൾ വിധിയെഴുതുമ്പോൾ LDF-ന് ലഭിക്കുക 14 മാത്രമായിരിക്കും. പ്രവചനാതീതമായ ബലാബല മത്സരം നടക്കുക 6 സീറ്റുകളിലാണ്. മധ്യ കേരളത്തിലെ ആദ്യ ജില്ലയായ തൃശൂരിലെ വിജയ സാധ്യതകളെയും കണക്കുകളെയും കുറിച്ച് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.